ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ഈ കൊച്ചുള്ളി ഉണ്ടല്ലോ, കൊച്ചുള്ളി ഉപ്പിലിടുന്ന വീഡിയോസ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്കും അത് ചോറിൻ്റെ കഴിക്കാനൊക്കെ തോന്നിയിട്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ കൊച്ചുള്ളി ഉപ്പിലിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇടണ്ട, കഴിക്കത്തില്ല, അമ്മയ്ക്ക് എന്നെ നല്ലപോലെ അറിയാം, ഞാൻ കഴിക്കത്തില്ല എന്ന് അമ്മ ആദ്യമേ പറഞ്ഞ്. പക്ഷേ എനിക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല. എനിക്ക് അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് അപ്പോഴുണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് നേരെ പോയി അമ്മ എന്തോ സാധനം ഇട്ട് വെച്ചിരുന്നൊരു കുപ്പിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി ഇതതിൻ്റെ സ്റ്റിക്കർ ഇളക്കിയതാണ് ഈ പാടുള്ളത്, അത് മൈൻഡ് ആക്കണ്ട. അത് ഒരു കോഫി പൗഡറിൻ്റെ കുപ്പിയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ അതിനകത്തുണ്ട്. അപ്പോൾ അത് ഞാൻ ഇളക്കി കളഞ്ഞതാണ്. എൻ്റെ വെപ്രാളം കാരണം അതൊരു ദിവസം വെച്ചിരുന്നെങ്കിൽ അമ്മ നല്ലപോലെ വൃത്തിയാക്കി തന്നാനെ. എന്നിട്ട് ഞാൻ ആ കുപ്പിയിലോട്ട് ആദ്യം കുറച്ച് ബീട്രൂട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതിന് ശേഷം വെളുത്തുള്ളി, കുരുമുളക്, കറുകപ്പട്ട ഇത് മൂന്നും ഇട്ട് കൊടുത്ത് അതിന് ശേഷം അതിനകത്തോട്ട് ഇനി നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ കൊച്ചുള്ളി ഞാൻ കുറച്ചേ എടുത്തോളൂ, ഞാൻ കുറേ അങ്ങ് വാരിയെടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞ് കുറേ ഒന്നും എടുക്കരുത്, ആരും കഴിക്കത്തില്ല, ഇതിവിടെ ചുമ്മാ ഇരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കുമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല, ഞാൻ കഴിക്കത്തില്ല എന്ന് അമ്മയ്ക്കറിയാം. അല്ലാതെ പോലും ഞാൻ കൊച്ചുള്ളി അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ പിന്നെ ഉപ്പിലിട്ടിട്ട് അങ്ങനെ കുറച്ചധികം കൊച്ചുള്ളി എടുത്തതിനകത്ത് നിന്ന് അമ്മ പിടിച്ചിട്ട് എനിക്ക് കുറച്ച് കൊച്ചുള്ളി തന്ന് അതൊക്കെ ഞാൻ എടുത്ത് കുപ്പിയിലിട്ട് കൊടുത്ത് കുറച്ച് സങ്കടമൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് അയ്യത്ത് പോയി കാന്താരി മുളകും കൂടി പിച്ചിക്കൊണ്ട് വന്ന് അതും എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം ഇരിക്കട്ടെ എന്ന് കരുതി, കാരണം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതി. ആരും ഉള്ളി തിന്നില്ലെങ്കിലും കാന്താരിയെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി ഞാൻ കാന്താരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് വെള്ളം തിളപ്പിക്കണേ. ഈ തിളപ്പിച്ച വെള്ളത്തിനകത്തായിരുന്നു കറുകപ്പട്ടയും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ ഇടേണ്ട. പക്ഷേ ഞാൻ ആ സമയത്ത് അത് മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വെറും വെള്ളം തിളപ്പിച്ച് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ആ വെള്ളം ഇട്ട് കൊടുക്കുന്നത്. അതിന് മുന്നേ കല്ലുപ്പ് ഇടണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം എന്നെ കാണാതെ ഞാൻ കല്ലുപ്പ് തിരക്കിപ്പോയതായിരുന്നു. അങ്ങനെ താഴത്തെ അടുക്കളയിൽ പോയിട്ട് കല്ലുപ്പൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സ്പൂൺ ഇട്ട് ദാണ്ട് ഇതാണ് ഈ പാത്രത്തിനകത്ത് അമ്മ വെള്ളം വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ പാത്രം അവിടെ ഉപയോഗിക്കുന്നതാണ്. അമ്മ പറഞ്ഞ് വീഡിയോയിൽ കാണുന്നത് ആ പാത്രം എടുക്കരുത്, പക്ഷേ ഞാൻ ആ പാത്രം തന്നെ എടുത്ത്. ഞാൻ എന്നെപ്പോലെ അനുസരണമുള്ള കൊച്ച് ആ വീട്ടിൽ കാണത്തില്ല. അതിനുശേഷം ആ വെള്ളം ചൂടാക്കി തണുപ്പിക്കാൻ വെച്ചത് എടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഉപ്പൊക്കെ നോക്കണം. ഇപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കും, ഇച്ചിരി കഴിഞ്ഞതിൻ്റെ അതെനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പണി കിട്ടും. അതൊക്കെ നോക്കിയതിന് ശേഷം ഇത് വിനാഗിരിയാണ്, വെള്ളമല്ല, വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അടച്ച് ഭദ്രമായി വെച്ചിരിക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഉപ്പൊക്കെ പിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ അടച്ചൊരു സൈഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ കഴിച്ച കാര്യം പറയണ്ട, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അതിൻ്റെ മണം കേട്ടിട്ട് പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.